പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടൻ സംശയമില്ലാതെ പറയാം. സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഗംഭീര ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയ നടൻ തന്നെയാണ്. മികച്ച സംവിധായകൻ. ആദ്യത്തെ സിനിമ ലൂസിഫർ തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കളക്ഷൻ നേടിയ സിനിമ. ഇപ്പം പൃഥ്വിരാജ് ലേറ്റസ്റ്റ് ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നതൊക്കെ വെച്ച് നോക്കിയാൽ എന്തോ അദ്ദേഹത്തിന് ഇപ്പം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ സിനിമ വിലായത്ത് ബുദ്ധ, എമ്പുരാൻ സിനിമ കളക്ഷൻ നേടിയെങ്കിലും ഭയങ്കരമായ നെഗറ്റീവ് പബ്ലിസിറ്റി ഭയങ്കരമായി വന്നൊരു സിനിമയാണ്. ആ സിനിമ പൃഥ്വിരാജ് പോലും എടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു ഇന്റർവ്യൂ പോലും എമ്പുരാനെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി, എമ്പുരാനെ കുറിച്ച് ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എമ്പുരാൻ്റെ റിലീസിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. കാരണം അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസും ക്വാളിറ്റിയും നഷ്ടപ്പെട്ടത് എമ്പുരാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവും. കാരണം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തിരിച്ച് വിലായത്ത് ബുദ്ധ അദ്ദേഹം നായകനായ സിനിമയാണ്. അദ്ദേഹം ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കി. മലയാള സിനിമയിലെ പൃഥ്വിരാജിൻ്റെ എക്കാലത്തെയും മികച്ച തകർപ്പൻ ഫ്ലോപ്പായി പോയി. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് ഭീമമായ നഷ്ടം. OTT പോലും എടുക്കാത്ത സിനിമ, വൻ ലോസ് ആയിപ്പോയി സിനിമ. ആദ്യത്തെ ദിവസം 2 ഷോ കഴിഞ്ഞപ്പോഴത്തേന് പടം തീർന്നു. അത്ര മോശം സിനിമയൊന്നും അല്ല വിലായത്ത് ബുദ്ധ എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അത്ര മോശം പടമല്ല, അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഗംഭീര സിനിമയൊന്നും അല്ല, പക്ഷേ അത് വൻ ഫ്ലോപ്പായിപ്പോയി. ഇപ്പം പൃഥ്വിരാജ് ഇന്റർവ്യൂ ഇന്റർവ്യൂ കൊടുക്കുന്ന കാണുമ്പം മമ്മൂട്ടി ഫാൻസിനെയും മോഹൻലാൽ ഫാൻസിനെയും എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ച്, കാരണം ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഗംഭീര സിനിമകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാടൊന്ന് ഇച്ചിരി നോക്കെ മാറ്റി പിടിക്കുന്നതായിരിക്കും. കാരണം വാരണാസി എന്ന് പറഞ്ഞ രാജമൗലി ചിത്രം, നിസാം ബഷീറിൻ്റെ നോബഡി, അതുപോലെ തന്നെ ഖലീഫ ഏറ്റവും കൂടുതൽ ഗംഭീരമായ ഫൈറ്റ് നടക്കുന്നൊരു സമയമാണ്. കാരണം ഐ ആം ഗെയിം ദുൽഖറിൻ്റെ പടം ഓപ്പോസിറ്റ് ഉണ്ട്, അതുപോലെ ബദലയും കുടുംബയുണ്ട്, നിവിൻ പോളിയുടെ പടം ഓപ്പോസിറ്റ് ഉണ്ട്, റോക്കി ഭായിയുടെ ടോക്സിക്കും ഉണ്ട്, ഓഗസ്റ്റിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഭയങ്കര മത്സരമാണ്. അന്നേരം എല്ലാ ഫാൻസുകാരും ഒന്ന് ചേർത്ത് പിടിക്കാനാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പൃഥ്വിരാജ് ചിലപ്പം നിലപാടുകളൊന്നും മാറ്റി പറയുന്ന ഒരാളാണ്. കാരണം വേറൊന്നുമല്ല, പണ്ട് ഇതുപോലെ വിജയ് പടങ്ങളോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പടങ്ങൾ ഇവിടെ കൂടുതലായിട്ട് തിയേറ്ററുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ ഭയങ്കരമായിട്ട് വിമർശിച്ച ആൾ തന്നെ വിജയ് പടങ്ങളും അന്യഭാഷയിലെ ചിത്രങ്ങളും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആളും പൃഥ്വിരാജ് തന്നെയാണ്. അന്നേരം എതിർത്തിട്ട് അതുപോലെ തിരിച്ചും ചെയ്തിട്ടുള്ള ആളാണ്. മോഹൻലാലിനെ വെച്ച് ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള ഒരാൾ ഇപ്പം മമ്മൂട്ടിയെക്കുറിച്ച് വാനോളം പോയിട്ട് പറയുന്ന ഭൂതക്കണ്ണാടി സത്യമാണ്, ഭൂതക്കണ്ണാടി ഏറ്റവും മികച്ച ഇന്ത്യയിൽ കണ്ടിരിക്കാവുന്ന ഏറ്റവും ഗംഭീര സിനിമയാണെന്നും ഏറ്റവും മികച്ച ഒരു നായക നടൻ ചെയ്യാവുന്ന ഏറ്റവും ഗംഭീര സിനിമയാണെന്നും മമ്മൂട്ടിയാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മികച്ച നടൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ മോഹൻലാലിനെ വെച്ച് മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. അന്നേരം ഏത് പക്ഷത്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക.